എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. നമ്മളിൽ എല്ലാവർക്കും വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ അതിന് പിന്നിലെ ചരിത്രം അറിയാവണമെന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രണയദിനം അഥവാ വാലന്റൈൻസ് ഡേ ആയിട്ട് ഫെബ്രുവരി 14 ലോകമൊട്ടാകെ ആഘോഷിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് വാലന്റൈൻസ് ഡേ. പ്രണയിനികൾ ഈ ദിവസം തങ്ങൾ സ്നേഹിക്കുന്നവരെ ഇഷ്ടമറിയിക്കാനും സമ്മാനങ്ങൾ നൽകുവാനുമുള്ളതാക്കി മാറ്റുന്നു. എന്നാൽ ഈ ദിനത്തിൻ്റെ ഉത്സവവും ചരിത്രവും നമുക്ക് എന്താണെന്ന് നോക്കാം. ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കാത്തോലിക്ക സഭയുടെ ബിഷപ്പായിരുന്നു അദ്ദേഹം. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ തന്നെ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിക്കുകയുണ്ടായി. പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. വിവരം അറിയാനിടയാക്കിയ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി പ്രണയത്തിലാവുകയുണ്ടായി. അങ്ങനെ ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി തിരിച്ചു ലഭിച്ചു. ഇതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻ്റെ തലവെട്ടാൻ ആജ്ഞ നൽകി. തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നൊരു കുറിപ്പ് എഴുതി വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. ഫെബ്രുവരി 7 മുതൽ 14 വരെയുള്ള ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളായിട്ടുണ്ട്. ബിഗ് ഡേ ആയ ഫെബ്രുവരി 14 മുമ്പ് റോസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. പ്രൊപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ, പ്രോമിസ് ഡേ, കിസ് ഡേ, ഹഗ് ഡേ എന്നിങ്ങനെയാണ് ആഘോഷങ്ങളുടെ ക്രമം. ഫെബ്രുവരി 7 റോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 8 പ്രൊപ്പോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ. ഫെബ്രുവരി 10 ആഘോഷിക്കുന്നതാണ് ടെഡി ഡേയിൽ സ്ത്രീകൾ അവരുടെ ഇഷ്ടരോഗിസിനോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ഫെബ്രുവരി 11 പ്രോമിസ് ഡേ ആഘോഷിക്കാറുള്ളത്. ഫെബ്രുവരി 12 പ്രണയിനികൾ കാത്തിരുന്ന കിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ പങ്കാളിയെ കെട്ടിപ്പിടിക്കാനുള്ള ദിനമാണ് ഫെബ്രുവരി 13. ബിഗ് ഡേ ആയ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ വിവരം എല്ലാവർക്കും ഒരു പുതിയൊരു അറിവായി. അപ്പോൾ ഈ വിവരം എല്ലാവർക്കും ഒരു പുതിയൊരു അറിവാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.